ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ ആണ്. അച്ഛൻ എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തന്നത് സയൻസ് മീറ്റ് കിറ്റ്. ഇതിൽ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ ഞാൻ 4ാമത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് എടുത്ത് ചെയ്തതാണ് ഇത്. കടലിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റാർ ഫിഷ് പോകും. ഇനി ബാക്കി ഇഷ്ടംപോലെ ഇതുണ്ട്. അതിൽ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 130 എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ വരണ ഒരു ബുക്കാണ് ഇത്. പിന്നെ അതിൽ തന്നെ കളേഴ്സൊക്കെ വരും. പിന്നെ കുറേ പൗഡേഴ്സൊക്കെ വരും. ഈ പൗഡർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ പൗഡറല്ല, വേറെ ഒരു പൗഡർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ആ സാധനം ചെയ്തത്. ഈ പൗഡർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും 4 എക്സ്പെരിമെൻ്റ് 4 കളർ ജെല്ലീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് കളർഫുൾ ജെല്ലീസ്. അതിന് 2 കപ്സ് പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം. വീട്ടിൽ നിന്ന് ആൾക്ക് വെള്ളം മാത്രം മതി. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത് ഇതാണ്. ഇതിൽ 10, 15, 20, 25 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ പൗഡേഴ്സ് ഉണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. അതിൽ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് 2 എണ്ണമുള്ളൂ. കിറ്ററീസ്, എക്കാഡ്, പിന്നെ ക്രിസ്റ്റൽ പൗഡർ, ഇത് മാത്രമല്ലോ. ഇതും പിന്നെ ഉണ്ടാക്കിയത് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് പിന്നെ ഇതുണ്ട്. പിന്നെ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് ഇതും. പിന്നെ കളേഴ്സ് ഉണ്ട്. ബ്ലൂ കളർ, റെഡ്, യെല്ലോ, പിന്നെ റോസ് ഫുഡ് ഇൻഷുറൻസ്. പിന്നെ അവസാനത്തതാണ് മാംഗോ ഫുഡ് ഇൻഷുറൻസ്. അങ്ങനത്തെ ഇഷ്ടംപോലെ ഉണ്ട് സാധനം. പിന്നെ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ യൂസ് ചെയ്ത കളേഴ്സ് മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് എടുക്കണുള്ളൂ, ബാക്കിയില്ലാതെ അങ്ങോട്ട് മാറ്റി വെച്ചു. ബ്ലൂ ആൻഡ് റെഡ് മാത്രം എടുത്തുള്ളൂ. ഈ സാധനം ഉണ്ടാക്കിയതിൽ ഒരു സാധനം കൂടിയുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനവും കിട്ടും. പിന്നെ ഒരു മീനിൻ്റേതും കിട്ടും. മീനിൻ്റേത് എവിടെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇനി ഉണ്ടാക്കാൻ കുറേ സാധനങ്ങൾ വേണ്ട. നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം മാത്രം മതി, ബാക്കിയല്ലാതെ അതിനുള്ളിൽ തന്നെ ഉണ്ട്. ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബുക്കിൽ തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് ഫ്രം ഹോം വാട്ടർ, അത് മാത്രമേ വേണ്ടോ വീട്ടിൽ നിന്ന്. വെയിറ്റ്മെൻറ്റ് 2 കപ്സ്. ഞാനൊന്നെടുത്തത് ഇതിൽ ഞാൻ വെള്ളം എടുത്തു. ഇതിൽ ഞാൻ മറ്റേ വെള്ളത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഫുഡ് കളറും പിന്നെ ക്രിസ്റ്റൽ പൗഡറും ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഇത് കിട്ടിയത്. ഈ ചുവന്ന സാധനം കണ്ടില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് പോയി. അതിൻ്റെ കാല്
പിന്നെ ഈ നീല കളറ് കണ്ടില്ലേ, നീല കളറ് അത് ഇതിൻ്റെ ഉള്ളിലായിട്ടിട്ട് വെള്ളം ഒഴിച്ചു. അതിലേക്ക് 25-30 ml വെള്ളം ഒഴിച്ചു. എന്നിട്ട് ചെയ്തതാണ് ഇത് ഫുഡ് കളറ്, ബ്ലൂ ഫുഡ് കളർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു, കാസ്റ്റൽ പൗഡർ ഇട്ടു. അപ്പോൾ ഇങ്ങനെയായി, നല്ല സോഫ്റ്റ് ജെല്ലി പോലെ ഇരിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ആദ്യം നമ്മൾ ഇത് കൊടുത്തു, പിന്നെ ഒരു സാധനം ഇത് കൊടുത്തു, ഇത് കൊടുത്തു, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനമാണ് പോവില്ല, കുഴപ്പമില്ല. അതിലേക്ക് വെള്ളത്തിൽ പൊടിപ്പി അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചേ. ഈ ഭാഗം കൊണ്ടോ ഇവിടെ വരെയാണ് വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടുതൽ പോയാൽ നമ്മൾക്ക് സ്റ്റാറും കിട്ടില്ല, ഒന്നും കിട്ടില്ല. വെള്ളം കൂടി പോയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു വെച്ചു, അല്ലെങ്കിൽ ഇപ്പോഴേ തുടങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഒരു ഗ്ലാസ് കൂടി ഒഴിക്കുന്നുണ്ട്. ഗ്ലാസ് അല്ല, ഇത് ഈ സാധനം, ഇതിൻ്റെ പേരാണ് ഗ്ലാസ്. ക്രൈസ്റ്റൽ പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പർപ്പിൾ കളറിൻ്റെ ഇട്ടിട്ടുണ്ട്. ഇതിൽ പറയാനുള്ളത് ഒറ്റ സ്പൂൺ ഇടാൻ, പക്ഷേ നമ്മൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് പൊഴിക്കും. അതുകൊണ്ട് 2-3 സ്പൂൺ എടുത്തിട്ടോ. ഈ ചെറിയ ഇതിലേക്ക്, ആ സ്റ്റാറിൻ്റെ ഇതിലേക്ക് ഒറ്റ സ്പൂൺ മതി. വലിയതിലേക്കാണ് 2-3 സ്പൂണുണ്ട്. അച്ഛൻ്റെ അവിടെ നിന്നിട്ട് എക്സസൈസ് ചെയ്യാം. ഇത്തിരി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ പുതർന്ന് വരും. കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ബും പറഞ്ഞിട്ട് പോകും. ഒരു ചെറിയൊരു സ്പൂൺ കൂടി അതിന് ആ സ്റ്റാറിനും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയേ, അതിനാട്ടും കൂടുതൽ ഇടണ്ട. ഇനി നമ്മൾക്ക് വേണ്ടത് കളറാണ്. കളറും എടുത്തിട്ടുണ്ട്, റെഡ് കളറും എടുത്തിട്ട് ഇതിന് മൂടി തുറന്ന് വെച്ചിട്ടുണ്ട്. മൂടി സ്ഥലത്ത് പോയതിൻ്റെ സൗണ്ട്. നമ്മുടെ ഇതിൽ നമ്മൾക്ക് ഇത്തിരി വെള്ളം എടുക്കാം. ഇത്തിരി മതി, ഒരു 10 മില്ലി മതി. പത്തിനാട് കൂടുതലായി പോയാൽ അതിലേക്ക് തന്നെ എടുത്ത് ഒഴിക്കും. ഇതിൽ 16 മില്ലിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 10 മില്ലിയായി. ഇതിലേക്ക് ബ്ലൂവും റെഡും എടുത്ത് ഒഴിക്കാം. റെഡ് 1 ഡ്രോപ്പ്, ബ്ലൂ 2 ഡ്രോപ്പ്. അതാണെങ്കിൽ ഡാർക്ക് ബ്ലൂ ആവും. ബ്ലൂ 3 ഡ്രോപ്പാണേ. സാധനം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇത്, ഡാർക്ക് ബ്ലൂ. അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. വലിയ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വേണം.
ഇനി ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെല്ലായിടത്തേക്കും ഇതെല്ലായിടത്തേക്കും പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒറ്റ സ്ഥലത്തേക്ക് ആക്കിയിട്ട് ഇതെല്ലാത്തിനും ഒറ്റ സ്ഥലത്തേക്ക് തന്നെ ആക്കണം. എന്താണ് പണി. സ്ഥലത്തേക്കാക്കി ഇനി വീണ്ടും ഇതിലേക്ക് 2 ആയി 3 4 5 6 ഡ്രോപ്പൊക്കെ ആയി ഉണ്ടാവും. റെഡ് ഒറ്റൊരു ഡ്രോപ്പ്. ഇതിപ്പോൾ തന്നെ ഒരു റെഡ് 2 ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. ബ്ലൂ 5 ഡ്രോപ്പ്. ഇത് നമ്മുടെ ഈ മൂടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കോരി ഒഴിക്കട്ടെ. ആണ് പണി. ഇതൊരു 6 മില്ലി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ കുറേശ്ശെ ആക്കി കൊടുക്കാം. വെള്ളം തീർന്നാലേ പിന്നെ എടുക്കാൻ പറ്റില്ല. എല്ലായിടത്തേക്ക് മിക്സ് ചെയ്യേണ്ട സാധനമാണിത്. കോരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് മാത്രം മതി. അയ്യോ, ഒരു സാധനം മറന്നുപോയി. ഇതിൻ്റെ കാര്യം. അതിലേക്ക് ഇതിൻ്റെ പകുതിയിൽ ഇങ്ങനെ പകുതിയിൽ ഒരു സ്ഥലത്ത് റെഡ് മുഴുവനും ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കുത്തുന്ന് പറയുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് റെഡായി പോയി. അതിന് മുകളിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും വേണ്ടായിരുന്നു. 5 ml മതി. 5 ml എടുത്തിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതേ നമ്മളുടെ ഇതിലേക്ക് അത് ഫുള്ളാക്കുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയുണ്ട് അവസാനം. എന്നിട്ട് നമ്മൾക്ക് ഈ റെഡ് കളേഴ്സ് എല്ലായിടത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട്. ഇനി ഈ സാധനം കൂടി ഒന്ന് ശരിയാക്കാനുള്ളൂ. ഇതിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം. നേരത്തെ എടുത്തതില്ലേ ഇത്തിരി അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നേരത്തെ എടുത്ത് വെച്ചതില്ലേ ഞാൻ കളഞ്ഞിട്ടില്ല. അതെൻ്റെ കയ്യിലുണ്ട്. ടെസ്റ്റ് ട്യൂബിലാക്കിയിട്ട് വെച്ചേക്കാം. ഞാൻ അത് ഇത്തിരി ഒന്ന് തട്ടി മുട്ടി എടുത്തിടട്ടെ. ഇനി അതിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് 2 സ്റ്റാർ ഉണ്ടാക്കണം. ഇനി അതാണ് പണി. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ വീണ്ടും സ്റ്റാർ ഉണ്ടാക്കണം. പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ചതിനെ ഒരു മൂലയിലേക്ക് ആക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ജെല്ലി ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഒന്നും പോയില്ല. നമ്മുടെ സ്പൂണിൽ പോയി സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് 2-3 തട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും താഴ്ത്തും തോന്നാൻ തട്ടിയിട്ടും പോവാത്തൊരു സാധനം. അച്ഛൻ്റെ അവിടെ നിന്നിട്ട് എക്സസൈസ് ചെയ്യും. ഞാൻ ഇവിടെ ഇത് പിന്നെ താഴ്ചയ്ക്കാക്കേണ്ട പണിയും. അച്ഛനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അച്ഛൻ്റെ കാലും എന്തോ ഒരു പെയിനുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. എക്സസൈസും ഇല്ല, ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് തന്നെ രാവിലെ ജിമ്മിൽ പോവാറുണ്ട്.
അയ്യായ ഉടുപ്പ്. സാധനം വീടിപ്പിക്കാൻ ഇത് ഇങ്ങനെ കുത്തണം. കുത്തിയിട്ട് അതിൻ്റെ മുകളിലുള്ള ജെല്ലെല്ലാം കൊടുക്കട്ടെ. കൈകൊണ്ട് തന്നെ എടുക്കാം. പക്ഷേ തൊട്ട് കളിച്ചിട്ടേ അതിൻ്റെ നമ്മളെന്തായാലും കൈ സോപ്പിട്ട് കഴുകണം. ഞാൻ ആദ്യം കട്ടിയാന്ന് ടെസ്റ്റ് ട്യൂബിൽ ഉള്ളിലേക്ക് ഞാൻ നല്ല രസമായിട്ട് ഇട്ട് കൊടുക്കും. ഇനി അവസാനം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ കയ്യിൽ പിടിക്കണമെന്നൊന്നുമില്ല. ടെസ്റ്റ് ട്യൂബ് വയ്ക്കാനുള്ള സാധനവും ഉണ്ട് ഇവിടെ. അതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനിയും ഉണ്ട് എടുത്ത് വയ്ക്കാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല രസമാണ് തൊടാൻ. തൊട്ടാലേ കൈ എടുക്കാനേ തോന്നില്ല. അങ്ങനെയാണ്. നമ്മുടെ ഈ നീല വെള്ളത്തിലേക്ക് പോയാലും ഒറ്റ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി തന്നെയല്ലേ, അതുകൊണ്ട് നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. കൈ വെച്ചിട്ട് കുട്ടിയാലും ഒറ്റ കാര്യമില്ല. ഇനി ഇടിച്ചാലും പോകുന്നില്ല. മുഴുവൻ കൊള്ളായിപ്പോയി. ഒന്നുകൂടി ഇട്ടിട്ടേ ഷേപ്പാക്കിയാലും പോത്തൊരു സാധനമാണ് ഇത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്ത് ഒഴിച്ചോ. പക്ഷേ ബ്ലൂ, റെഡ്, യെല്ലോ അത് മാത്രമാണ് എടുത്ത് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എല്ലാത്തും കൂടിയിട്ട് വാരി കൂടി ഒഴിക്കരുത്. 5 കളേഴ്സ് ഒരുമിച്ച് എടുത്ത് ഒഴിക്കരുത്. തൊടാൻ നല്ല രസം. പഞ്ഞി പോലെ ഇരിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഷോ ബൗളുണ്ടാക്കിയിട്ട് ഇതിങ്ങനെ അരിഞ്ഞു പോവും സാധനം. ജെല്ല് പോലെയാ. നഖത്തിൻ്റെ ഉള്ളിലേക്ക് പോകരുതേ. പിന്നെ ഇത് കഴിക്കരുത്. കഴിച്ചാലേ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇത് ജെല്ല് പോലെ ഇരിക്കും, പക്ഷെ കഴിക്കാനുള്ളതല്ല. അതുകൂടി ഞാൻ പറയുന്നുണ്ട്. നല്ല രസമാണ് പക്ഷെ കളിക്കാൻ. ഇനിയുണ്ട് സാധനം. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ കളിക്കാൻ നല്ല രസമാണ്. കളിച്ചാൽ നമുക്ക് കൈ എടുക്കാനേ തോന്നില്ല. അങ്ങനെ തന്നെ കളിക്കാനേ തോന്നണം. ബൈ. ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.